ആഘോഷപൂരിതമാക്കുന്ന ലോകമെമ്പാടും ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു, ആർക്കു വേണ്ടി ജനിച്ചു, ക്രിസ്തുവിന്റെ ജീവിതയാത്ര എന്തിനു വേണ്ടിയായിരുന്നു, കാൽവറിയിലെ മരണം എന്തിനു വേണ്ടിയായിരുന്നു, ആ ത്യാഗോചിതമാകുന്ന ആ ത്യാഗത്തെ ഓർക്കുകയും അപ്പോൾ തന്നെ ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒട്ടനവധി പേരെ നന്മയിലേക്ക്, ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, നിത്യരക്ഷയ്ക്ക് ജ്ഞാനിയാക്കി തീർക്കാൻ മഹത്വകരമായ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ പാസ്റ്റർ റെജി കുമ്പഴ നിങ്ങളോട് സംസാരിക്കുന്നു. സഹോദരം ശ്രദ്ധിച്ചാലും. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന പ്രബുദ്ധരായ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. ഇന്ന് രാവിലെ മുതൽ നീലാമാൾ എന്ന ഈ സ്ഥലത്തിൻ്റെ ചുറ്റുപാടുള്ള ഇടങ്ങളിൽ ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് ദൈവസഭയുടെ ആഭിമുഖ്യത്തിലും ഒപ്പം മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമിൻ്റെയും സംയുക്തമായ സഹകരണത്തോടുകൂടെ നടത്തിവരുന്ന ലഹരി വിരുദ്ധ സന്ദേശ റാലിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഈ പാതയോരത്ത് നിൽക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ആമുഖമായി ഇവിടെ എൻ്റെ പ്രിയ സ്നേഹിതൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് നമ്മുടെ നാട്, നഗരം, നമ്മുടെ സഹോദരങ്ങൾ കടന്നുപോകുന്ന ഏറെ പ്രതിസന്ധി നിറഞ്ഞ, ഏറെ ദുഷ്കരമായ ജീവിതാനുഭവങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും മനുഷ്യനിൽ വിതയ്ക്കുന്ന വിപത്തുകൾ, കുടുംബങ്ങളിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, തലമുറയിൽ അത് വരുത്തി വെക്കുന്ന വിലകൾ ഒക്കെ നമ്മൾ ദിനംതോറുമുള്ള പത്രമാധ്യമ താളുകളിലൂടെയും ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയും നമ്മളവ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തിലെയും വർത്തമാന പത്രത്തിൻ്റെ താളുകളിൽ വരുന്ന വാർത്തകൾ വായിക്കുന്ന, വീടിൻ്റെ വിശ്രമമുറിയിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഏതൊരാളും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, ഈ കാലത്തിന് ഇതെന്ത് പറ്റി, ഈ മനുഷ്യർക്ക് എന്ത് പറ്റി എന്ന് എല്ലാവരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൻ്റെ കാരണം മറ്റൊന്നല്ല, മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളും നമ്മുടെ തെരുവോരങ്ങളും മനുഷ്യനിടപെടുന്ന സമസ്ത മേഖലകളും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനസാക്ഷി മരവിച്ചവർക്ക് മാത്രമേ കണ്ടു നിൽക്കുവാനും അതിനോട് പ്രതികരിക്കാതെ ഇരിക്കുവാനും കഴിയുള്ളൂ എന്ന ഒരു നിലയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട് ഏറെ ഉന്നതമായ നിലവാരത്തിൽ എത്തി നിൽക്കുന്ന നാടാണ്. വിദ്യാഭ്യാസപരമായും സാംസ്കാരിക പൈതൃകങ്ങൾ കൊണ്ടും ഇങ്ങനെ സമസ്ത മേഖലകളിലും കേരളം അതിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ ഇന്ന് കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ, പട്ടണങ്ങളിൽ, വീടുകളിൽ, കലാലയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ മനസ്സിരുത്തി പഠിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടി വരും. കേരളം മറ്റു പല കാര്യങ്ങൾക്കും കൂടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ആത്മഹത്യയിൽ കേരളം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ കലഹങ്ങളിൽ കേരളം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറയുടെ തകർച്ചയിൽ കേരളം കുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയുടെ, നാളെയുടെ വാഗ്ദാനമായി തീരേണ്ട, നാളെ ഈ നാടിൻ്റെ ഭരണ ശിരാകേന്ദ്രങ്ങളിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൻ്റെ നാളെയെ നല്ല ഭാവിയിലേക്ക് ആനയിക്കുവാൻ കരുത്തോടെ മുമ്പിലേക്ക് കയറി വരേണ്ട യുവത്വം, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ചിറകിൻ്റെ തൂവലുകൾ കൊഴിഞ്ഞ പക്ഷിയെപ്പോലെ നല്ല യൗവനത്തിൽ തകർന്നു പോകുന്ന ദാരുണമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് മനുഷ്യനെ ഉദ്ധരിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്ന് നാം പറയേണ്ടി വന്നിരിക്കുന്ന കാരണം കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കണ്ട വാർത്ത ഏറെ സങ്കടകരമാണ്. ഏതൊരു മനുഷ്യന്റെയും കണ്ണിനെ ഈറനണിയിക്കുന്ന കാഴ്ചകൾ. ഹൈസ്കൂൾ ലെവൽ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന, വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചർ തന്റെ ഭർത്തൃമാതാവിനെ അതിദയനീയമായി ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടവരാണ്. ഇങ്ങനെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുവാൻ മനുഷ്യനെ അവനിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു സ്വഭാവ വൈകൃതമുണ്ട് എന്ന് ഏവരും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന് ഉന്നതമായ നിലയിലെത്തി നിൽക്കുമ്പോഴും തൻ്റെ അമ്മയെ നിഷ്കരണം ഉപദ്രവിക്കുവാൻ ആ സഹോദരിയുടെ ഹൃദയത്തിൽ അത്രത്തോളം കഠിനമായ ഒരു സ്വഭാവമുണ്ട് എന്ന് ആ ദൃശ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ വായിച്ചതാണ്. പത്തനംതിട്ട സ്വദേശിയായ 21 വയസ്സുള്ള ഒരു പെൺകുട്ടി താൻ ഇഷ്ടപ്പെട്ട യുവാവിന്റെ കൂടെ ഒത്തൊരുമിച്ച് കൂടി ജീവിക്കുവാൻ താല്പര്യപ്പെടുകയും അവിടെ സംഗമങ്ങളിലൂടെ തന്റെ ഉദരത്തിൽ ഇരുവായ കുഞ്ഞിനെ തന്റെ അടുത്ത ആൺ സുഹൃത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം ജീവിക്കുവാൻ കുഞ്ഞൊരു തടസ്സമെന്ന് തോന്നിയപ്പോൾ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞിന്റെ ചോരക്കുഞ്ഞിന്റെ മുഖത്തേക്ക് വെള്ളം പലവട്ടം ആവർത്തിച്ചൊടിച്ച് ആ കുഞ്ഞിനെ വളരെ നിഷ്കരുണമായി കൊന്നുകളഞ്ഞ വാർത്ത നമ്മൾ അതിവിദൂരമല്ലാതെ പത്രത്താളുകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തവരാണ്. സ്വന്തം രക്തത്തിൽ പിറന്ന പിഞ്ചോമനെ കടൽ ഭിത്തിക്ക് കൊല്ലുന്ന അമ്മമാരുള്ള കേരളം, നൊന്ത് പ്രസവിച്ച മാതാവിനെ ഉദരത്തിൽ ചവിട്ടിക്കൊല്ലുന്ന മക്കളുള്ള കേരളം, ഇങ്ങനെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കൊണ്ട് കേരളത്തിന്റെ എല്ലായിടങ്ങളിലും നിറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യൻ ഒരുപോലെ പറയുന്നു, ഈ കേരളം ഇന്ന് മനുഷ്യവാസ യോഗ്യം അല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്തിൽ ഈ നാടിന്റെ പോക്ക് എങ്ങോട്ട് എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ, ഇതിനൊരു മോചനമില്ലേ, മാറ്റമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഈ വിധമായ വ്യാജ സ്വഭാവത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഈ വിധമായ മൃഗീയമായ അനുഭവത്തിൽ നിന്നും ഏതൊരു മനുഷ്യനെയും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ വിധമായ ദുഷിച്ച പ്രവണതകൾ മനുഷ്യനിൽ എന്തുകൊണ്ട് വരുന്നു? ശിക്ഷകൾ കൊടുത്തിട്ടും ജയിലറകൾക്കും ശാസനകൾക്കൊന്നും മനുഷ്യനെ രൂപപ്പെടുത്താൻ കഴിയാതെ എന്തുകൊണ്ട് മനുഷ്യൻ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്കും തെറ്റിലേക്കും തെങ്ങിലേക്കും അനീതിയിലേക്കും ദുർമാർഗങ്ങളിലേക്കും മാറുന്നു എന്ന് ചോദിച്ചാൽ നിയമങ്ങളും നിയമപാലകരും എല്ലാവരും ഒരുപോലെ കൈമലർത്തുകയാണ്. അവർ വേണ്ടുന്ന ശിക്ഷ കൊടുക്കുന്നുണ്ട്. ജയിലറകൾക്ക് മനുഷ്യരെ രൂപപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ശിക്ഷണമുറകൾക്ക് മനുഷ്യനെ രൂപപ്പെടുത്താൻ കഴിയാതെ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതിലും വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യൻ മാറുന്ന അതിദയനീയമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമത്തെ ഭയമില്ലാതെ, നിയമപാലകരെ ഭയമില്ലാതെ, ബഹുമാനപ്പെട്ട കോടതിയെ ഭയമില്ലാതൊക്കെ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മനുഷ്യൻ ശക്തമായി മുന്നേറുന്ന അതിദയനീയമായ കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തുകൊണ്ട് മനുഷ്യനിൽ ഈ വിധമായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇഹത്തിലേക്കുള്ള തത്വസംഹിതകൾ, മനുഷ്യൻ പിൻപറ്റിയ കർമ്മമാർഗങ്ങൾ, മതത്തിന്റെ പഠനങ്ങൾ മറ്റൊന്നിനും മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനിൽ എന്തുകൊണ്ട് മൃഗീയ സ്വഭാവങ്ങൾ ഉടലെടുക്കുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം നൽകുന്ന ഒരേ ഒരു പുസ്തകം മാത്രമേ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന സത്യവേദ പുസ്തകം മാത്രമാണ്. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ദൈവിക സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ട മനുഷ്യൻ, നിത്യ ആയുസിനാൽ ഈ മണ്ണിൽ ജീവിക്കുവാൻ സർവേശ്വരനാക്കി വെച്ച മനുഷ്യൻ ദൈവം ചെയ്തത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും കൽപ്പനാലംഘനം നടത്തിയതിന്റെ ഫലമായി പാപത്തിലേക്ക് മനുഷ്യൻ വീഴുകയും പാപത്തിന്റെ ഫലമായി മരണത്തിന്റെ പടുകുടിയിലേക്ക് വീഴുന്ന മനുഷ്യൻ ആ പരമ്പര ഇങ്ങനെ പാപം ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിലേക്ക് പിറന്നു വീഴുന്ന സകല മനുഷ്യന്റെയും അകത്ത് പാപമുണ്ട് എന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും വിശ്വസിച്ചേ മതിയാകൂ. കാരണം
പാപമില്ലെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസമില്ല. സകല മനുഷ്യരിലും പാപമയമുണ്ട്. ഒരു മനുഷ്യനും പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ഉള്ളിലും പാപ സ്വഭാവമുണ്ട്. അവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും പാപം വിവിധ നിലകളിൽ തലയുയർത്തി പലത് ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുമ്പോൾ മനുഷ്യനെ യഥാർത്ഥമായി രക്ഷിക്കാൻ കഴിയുന്ന ഒരു വഴി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം, സത്യസുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. പാപത്തിൽ വീണ മനുഷ്യൻ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും പാപത്തിന്റെ പടികൾ കൂട്ടി മോഷണത്തിന് കൊലപാതകത്തിലേക്കും പിന്നീട് അധാർമികമായ അനീതിപരമായ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവനായി എന്തിനേയും വെല്ലുവിളിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുമ്പോൾ മനുഷ്യൻ ആത്യന്തികമായി ആവശ്യമായിരിക്കേണ്ടതല്ലെങ്കിൽ ഈ വിധമായ തിന്മയിൽ നിന്ന് മനുഷ്യൻ മോചിപ്പിക്കപ്പെടണമെങ്കിൽ, കേരളം രക്ഷപ്പെടണമെങ്കിൽ, മാനവജാതി രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ആത്യന്തികമായി ചെയ്യണം. മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അപ്പനെ അടിക്കുവാൻ, അമ്മയെ അടിക്കുവാൻ, മക്കളെ കൊന്നുകളയുന്ന, വെടിവിട്ട ജീവിതത്തിലേക്കൊക്കെ പോകുവാൻ പ്രേരിപ്പിക്കുന്ന, മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യമാണ് ആത്യന്തികമായി പ്രാപിക്കേണ്ടത്. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ എന്താണ് വഴി, ഏതാണ് മാർഗം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഇന്നലകൾ പിൻപറ്റിയ മാർഗങ്ങൾക്കൊന്നും പാപത്തിന് മനുഷ്യനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയാതെ വീണ്ടും കർമ്മകാണ്ഡങ്ങൾ ചെയ്ത് പാപത്തിന്റെ അവസ്ഥകൾ തുടരുന്നു എന്നുള്ളതല്ലാതെ പാപത്തിന് മനുഷ്യനെ മോചനം നൽകാൻ കഴിയാതിരിക്കുമ്പോൾ പാപത്തിന്റെ പടികളിൽ വീണ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിനായി ദാഹിക്കുകയാണ്. ആരാണ് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നത്? ആരാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്? ഒരു രക്ഷാനായകനായി മാനവജാതി ഒന്നടങ്കമായി ഇതാ നിലവിളിക്കുമ്പോൾ ആ മനുഷ്യന്റെ നിലവിളി ഈ പ്രപഞ്ചത്തിന്റെ മുഖന്തങ്ങളിൽ മുഴങ്ങുകയാണ്. ആരാണ് ഞങ്ങളെ ഈ അധർമ്മത്തിൽ രക്ഷിക്കുന്നത്? ഈ അനീതിയിൽ രക്ഷിക്കുന്നത്? ഈ നശിച്ച ലോകത്തിൽ ഞങ്ങളെ ആരാണ് രക്ഷിക്കുന്നത്? ആരാണ് ഞങ്ങളുടെ ജീവിതത്തിനൊരു സ്വാതന്ത്ര്യം നൽകുന്നത് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുന്ന പല വഴികൾ പിൻപറ്റിയാൽ ഇന്നും ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്നും മനുഷ്യൻ സ്വതന്ത്രനല്ല. ഇന്നും മനുഷ്യൻ പാപത്തിന്റെ അടിമയായി കിടക്കുമ്പോൾ പാപത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ ഇതാ ദൈവം തന്നെ ആവിഷ്കരിച്ച രക്ഷാപദ്ധതിയാണ് യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ ഈ മണ്ണിലേക്ക് അയക്കുകയാണ്. ആ സാക്ഷാൽ ദൈവമായി നിന്നവൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് പാപമണിക സകലത്തിലും ഈ മണ്ണിലേക്ക് നമുക്ക് മുന്നിലായി പ്രവഹിക്കുമ്പോൾ ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചനം നൽകുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിന് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നൽകാൻ കഴിയുള്ളൂ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. മറ്റൊരു ഭാഗം ഇങ്ങനെ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മാനവജാതിക്ക് രക്ഷ നേടുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏക രക്ഷാനായകൻ, ഏക വീണ്ടെടുപ്പുകാരൻ, അത് ഞങ്ങൾ എത്തുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തു യേശുവിനെ ഈ പാതയോരത്ത് ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാതെ അഭിമാനത്തോടെ ആവേശത്തോടെ ഉയർത്തി ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ ക്രിസ്തു യേശു മാനവ ജനതയെ രക്ഷിക്കുവാൻ, പാപത്തിന് സ്വാതന്ത്ര്യം നൽകുവാൻ ഈ മണ്ണിലേക്ക് വന്നതിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ക്രിസ്മസിന്റെ ദിനങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഡിസംബറിന്റെ പ്രാരംഭ ദിനം മുതൽ വീടിന്റെ അങ്കണങ്ങളിൽ ഇതാ വർണ്ണശബളമായ നക്ഷത്രങ്ങളും കളർ ബൾബുകളും ഇട്ടുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ ആ ജനനത്തിന്റെ നാളുകൾ ലോക ജനത ഒന്നടങ്കം ആഘോഷിക്കുമ്പോൾ, നിരവധി പേർക്ക് ഇത് ആഘോഷമായി മാറുമ്പോൾ, നിരവധി ആളുകൾക്ക് ഇത് അടിച്ചു പൊളിക്കുന്ന സന്തോഷ തിമിർപ്പിന്റെ ഒരു നാളായി മാറുമ്പോൾ, ആ സന്തോഷത്തിന് മദ്യത്തെ കൂട്ടുപിടിക്കുന്നവരുണ്ട്, ആ സന്തോഷത്തിന് ലഹരിയെ കൂട്ടുപിടിക്കുന്നവരുണ്ട്, ആ സന്തോഷം അത് ശ്രദ്ധമാക്കും വിവിധ നിലകളിൽ പോകുന്ന ആളുകൾ നിരവധി നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ക്രിസ്മസ് നൽകുന്ന സന്ദേശം എന്താണ്? പാപത്തിന് മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുവാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ആരാണ് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നത് എന്നുള്ള മാനവ ജാതിയുടെ മനം നിന്നുള്ള പ്രാർത്ഥന ഇതാ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. ആരാണ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുന്നത്? രക്ഷകന്മാരെന്ന പേരിൽ ഈ ചിതിയിൽ വന്നവരില്ല. ഇവിടെ ജനിച്ചു, ജീവിച്ചു,
നല്ല ആശയങ്ങൾ പങ്കുവെച്ചവർ മരിച്ചു മൺമറഞ്ഞ് കല്ലറയിൽ വിലയം പ്രാപിച്ചു കിടക്കുമ്പോൾ ഇതാ ദൈവമായിരുന്നവൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യാവതാരം ചെയ്തതിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് മാനവജാതിക്ക് നൽകുന്നത്. ഈ ക്രിസ്തുവിന്റെ ജനനവേളയിൽ ദൈവദൂതന്മാർ പങ്കുവച്ച ഏറ്റവും മഹത്തായ ഒരു സന്ദേശമുണ്ട്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നും ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ, പാപത്തിന്റെ അടിമത്തത്തിൽ സമാധാനമില്ലാതെ ഏറെ ക്ലേശകരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ ഒരുവൻ ഈ മണ്ണിലേക്ക് വന്നു. അവന്റെ പേർ നസറേനായ യേശു ക്രിസ്തു എന്നത്രേ. ഇതാ ഈ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് നിരവധി കാര്യങ്ങൾ പറഞ്ഞ് കേവലം മുമ്പ് ഇവിടെ വന്ന ആളുകളെ പോലെ പോവുകയല്ല. ഇവിടെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, സമൂഹത്തോട് എങ്ങനെയായിരിക്കണം, അവന്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്തായിരിക്കണം, മാതൃകയുടെ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവിക്കുവാൻ വഴിയായി, വെളിച്ചമായി, സത്യമായി, ജീവനായി മനുഷ്യന്റെ മുൻകൂടിയായി നിന്നുകൊണ്ട്, മാതൃകാപുരുഷനായി നിന്നുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ മാതൃക കാട്ടിക്കൊടുത്തിട്ട് ഇതാ പാപത്തിന് ശമ്പളം എന്ന മരണത്തിൽ വിധിക്കപ്പെട്ട മനുഷ്യനെ നിത്യമരണത്തിലേക്ക് വിധിച്ച് തള്ളിക്കളയാതെ ആ മരണത്തിലൂടെ മനുഷ്യനെ സ്വതന്ത്രനാക്കുവാൻ, പാപത്തിന് ശമ്പളമായ മരണം വരിക്കുവാൻ മഹാദൈവത്തിന്റെ വഴിത്തരം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് ഈ മഹീതലത്തിലേക്ക് അവതരിച്ച് മാനവ മാലിന്യങ്ങൾ മനസ്സോടെ തന്റെ മഹനീയമായ ശരീരത്തിൽ വഹിച്ച് മരക്കുരിശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ പാപപരിഹാര യജ്ഞത്തിലൂടെ മാത്രമാണ് മാനവജാതിക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. പാപത്തിൽ നിന്നുള്ള മോചനം സ്വായത്തമാകുന്നത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ മാനവജാതിക്ക് സ്വായത്തമാക്കുന്നത്. ക്രിസ്തു മനുഷ്യന് രക്ഷപ്പെടുത്തിയത് ഇതാ പാപത്തിന് ശമ്പളമായ മരണത്തിലൂടെ. ആ മരണം മരിക്കുവാൻ മനുഷ്യനെ വിട്ടുകൊടുക്കാതെ മുഴു ജാതിയുടെയും മുഴു ലോകത്തിന്റെയും പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. ഇതാ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ മനുഷ്യൻ സ്വതന്ത്രനാക്കുവാൻ ക്രൂശിൽ തന്റെ അവസാനത്തിൽ രക്തവരെയും ഇതാ മുഴു ലോകത്തോട് പറയാണ്, സകല മുസ്ലിംവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തുരിഞ്ഞ് രക്ഷ പ്രാപിച്ചുകൊള്ളുക. ശ്രോതാക്കളെ, താങ്കൾ ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ ഏത് വേലിക്കെട്ടിനപ്പുറം നിൽക്കുന്നയാളാണെങ്കിലും ഉലകത്തിൽ മനുഷ്യനായി പിറന്ന വീണ ഏതൊരുവനും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു സത്യം, ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന, നിത്യനാശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന, അധർമ്മത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്ന, അനീതിയിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി ഉത്തമമായ ജീവിതം നയിക്കുവാൻ, സമാധാനത്തോടുകൂടി ജീവിതം നയിക്കുവാൻ, അധർമ്മത്തിന്റെ വഴി പോകാതെ, അനീതിയുടെ വഴി പോകാതെ സന്തോഷ നിർഭരമായ സമാധാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകമായ അനുഭവത്തിൽ താങ്കളുടെ കുടുംബത്തെ നയിക്കുവാൻ കഴിയുന്ന ഈ കർത്താവിനായി ഹൃദയത്തെ കൊടുക്കുവാൻ കഴിയുമോ? മാന്യമിത്രമേ, അതിന് പണച്ചെലവില്ല, അതിന് പൈസയുടെ ചെലവില്ല, ദാനധർമ്മങ്ങളുടെ ആവശ്യമില്ല, അർപ്പണതർപ്പണാദികളുടെ ആവശ്യമില്ല. യാതൊരു മുതൽ മുടക്കമില്ലാതെ നിന്നുകൊണ്ടിരിക്കുന്ന ഇരുപ്പിലിരുന്നുകൊണ്ട്, യേശുവേ, ഞാൻ ഇന്നും പാപത്തിന്റെ അടിമയായൊരു മനുഷ്യനാണ്, എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്, എനിക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ കർത്താവ് മാത്രമാണ് ഈ മണ്ണിലിരിക്കുന്നത്. മരണത്തിലൂടെ എനിക്ക് സ്വാതന്ത്ര്യം നൽകിയ ക്രൂശിക്കപ്പെട്ട കർത്താവെ, അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി, എൻ്റെ ജീവിതത്തിന്റെ നിയന്ത്രിതാവായി, എൻ്റെ ജീവിതത്തിന്റെ രക്ഷാകരനായി ഞാൻ അങ്ങേ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു എന്ന് ആർക്ക് പറയുവാൻ കഴിയും? ആ ഹൃദയത്തിൽ നൊമ്പരങ്ങളും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും, ചിലപ്പോഴൊക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് എന്തിനാണ് ഇങ്ങനൊരു ജീവിതം വളരെ ദുഃഖകരമായി ആർക്കും സഹിക്കാൻ കഴിയാതെ എല്ലാവരും വെറുക്കപ്പെട്ട ജീവിതം എന്തിനെന്ന് ചോദിച്ച് ചിലപ്പോഴൊക്കെ ഒരു പിടി കയർ നിങ്ങൾ കരങ്ങളിൽ ഒതുക്കിയവരാകാം, അല്പവിഷം നിങ്ങൾ കൈകളിൽ ഏന്തിയവരാകാം. പക്ഷേ നിങ്ങളെ അന്ന് മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ ഒരുപക്ഷെ ഇന്നും ഈ സന്ദേശത്തിന് കേൾവിക്കാരനായി നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് യേശുക്രിസ്തു താങ്കൾക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്. അതുകൊണ്ട് താങ്കൾ മരിക്കേണ്ട ആവശ്യമില്ല. മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകിയ, സ്വാതന്ത്ര്യം നൽകിയ ഈ രക്ഷാനായകനെ സ്വന്തം ജീവൻ മറുപടിയായി നൽകി നമുക്ക് രക്ഷയൊരുക്കിയ ഈ ക്രിസ്തുവിനെ രക്ഷാനായകനായി, ഏക സത്യനിത്യമായി അകത്തളത്തിൽ അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ, അനുഗ്രഹമായ, ക്രിസ്തുവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ സഹനത്തിന്റെ സമരമുറകളിലൂടെ ക്രിസ്തുനാഥൻ ഒരുക്കിയ എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണത്തിന് അടിക്കുത്തിടുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഇതുവരെയും ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ച ഈ സന്ദേശത്തിന്റെ കാതോർത്ത നിങ്ങളുടെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ നാടിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ ജിൻസൺ അവர்கள் മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നേഹ ഞങ്ങളുടെ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവരും ഒന്നുമില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതും സ്വർഗത്തിന്റെയും സൃഷ്ടിതാവുമായ ദൈവമേ, ഈ സമയം ഞങ്ങൾക്ക് അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ പാദത്തിലായിരിക്കാൻ, മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തെ ശ്രമിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിൽ നിവസിക്കുന്ന എല്ലാ ദേശനിവാസികളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വചന ദൈവം കേട്ടത് അവരുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹമായി മാറുവാൻ, നന്മയ്ക്ക് കാരണമായി മാറുവാൻ, ഉയർച്ചയ്ക്ക് കാരണമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ യാതൊരു അനർത്ഥങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒന്നും ഉണ്ടാകാതെ ദൈവത്തിന്റെ കാവലിന്റെ മറവിന്റെ ദൈവം ദേശത്തെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ യാത്രയായിരിക്കുന്നു. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കണം. അതിന് സംസാരിച്ച ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.